നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ആലപ്പുഴ കലവൂരിൽ വയോധികയെ കൊന്നു കുഴിച്ചുമൂടിയ കേസിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കർണാടകയിലെ മണിപ്പാലിൽ നിന്നും ഇന്നലെ പിടികൂടിയ പ്രതികളായ മാത്യൂസിനെയും ഷർമിളയെയും ചോദ്യം ചെയ്യുകയാണ്. രണ്ട് പ്രതികളും ചേർന്നാണ് സുഭദ്രയെ നെഞ്ചിൽ ചവിട്ടിയും കഴുത്ത് ഞെരിച്ചും കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ആക്രമണത്തിൽ സുഭദ്രയുടെ വാരിയെല്ലുകൾ ഒടിഞ്ഞിരുന്നു, കഴുത്തും ഒടിഞ്ഞിരുന്നു. സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയായിരുന്നു കൊലപാതകമെന്നും പോലീസ് പറഞ്ഞു. ശരണ്യ സ്നേഹജൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്നും വിശദാംശങ്ങളുമായി. ശരണ്യ, ഇന്നലെ തന്നെ ഈ കൊലപാതകം എത്രത്തോളം ക്രൂരമായിരുന്നു എന്ന വിവരങ്ങൾ പോലീസ് പങ്കുവച്ചിരുന്നു. പക്ഷേ ഇത്രയും മൃഗീയമായ രീതിയിൽ ഒരു വയോധികയെ നെഞ്ചിൽ ചവിട്ടിയും കഴുത്ത് ഞെരിച്ചുമൊക്കെ കൊലപ്പെടുത്തിയെന്ന് പറയുമ്പോൾ അത്രയ്ക്കും ഒരു മനസാക്ഷിയില്ലാത്ത രണ്ടു പേരുടെ, അത് മാത്യൂസിൻ്റെയും ഷർമിളയുടെയും ചെയ്തികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇതുവരെയും ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ ശരണ്യ? ടോം പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം വെറും ഒരു ആളല്ല, അതായത് ഒരു കവർച്ചാ ശ്രമത്തിന്റെ ഭാഗമായി കൊല ചെയ്യപ്പെട്ട ആൾ മാത്രമല്ല സുഭദ്ര, മറിച്ച് വർഷങ്ങളായി ഷർമിളയുമായും മാത്യുവുമായും, മുഖ്യപ്രതികളായ ഷർമിളയുമായും മാത്യുവുമായും വളരെയധികം ബന്ധം പുലർത്തിയിരുന്ന, വളരെയധികം സ്നേഹബന്ധമുണ്ടായിരുന്ന ഒരാളെയാണ് ഈ രീതിയിൽ കൊലപ്പെടുത്തി സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ക്രൂരമായി കൊല ചെയ്തത് എന്ന വിവരമാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതികളെ, അതായത് ഇന്നലെ ഉച്ചയ്ക്ക് മണിപ്പാലിൽ നിന്നും ഈ പ്രതികളെ പോലീസിന്റെ വലയിലേക്ക് പ്രതികൾ എത്തുന്നത്. അതിനുശേഷം, അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ആലപ്പുഴ കലവൂർ കോർത്തശ്ശേരിയിലെ വാടക വീട്ടിന്റെ പിന്നാമ്പുറത്തു നിന്നും ഒരു വയോധികയുടെ മൃതശരീരം കണ്ടെത്തുന്നത്. ആദ്യം കടവന്ത്ര പോലീസ് ഒരു മിസ്സിംഗ് കേസായി രജിസ്റ്റർ ചെയ്ത സുഭദ്രയുടെ കേസ് പിന്നീട് ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസിന്റെ കയ്യിലേക്ക് വരികയും അതോടുകൂടി അതൊരു തിരോധാന കേസായി ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്തു. കാരണം ഇതിന്റെ അവസാന ഭാഗത്ത്, അതായത് സുഭദ്രയുടെ ടവർ ലൊക്കേഷൻ അടക്കം അവസാനം ഉണ്ടായിരുന്നത് ഈ കോർത്തശ്ശേരിയിലാണ്. പിന്നീട് കടവന്ത്ര പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്ത് 6ാമത്തെ ദിവസത്തിൽ പ്രതികളെ 6 ദിവസം കൊണ്ട് മൃതദേഹം കണ്ടെടുക്കാനും ഒപ്പം തന്നെ പ്രതികളെ പിടികൂടാനും മണ്ണഞ്ചേരി പോലീസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ കേസിലെ ഏറ്റവും നിർണായകമായ കാര്യമെന്ന് പറയുന്നത്, ഒന്ന്, ഈ കൊലപാതകം നടന്നത് 6ാം തീയതിയാണ് എന്നത്, 7ാം തീയതിയാണ് എന്നുള്ളത് ചോദ്യം ചെയ്യലിൽ പ്രതികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ക്രൂരമായാണ് ഇവർ അവരെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. അതിൽ 2 പേരും ചേർന്നാണ്, അതായത് സുഭദ്രയെ കൊലപ്പെടുത്തുന്നത് വർഷങ്ങളായി സുഭദ്രയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന, ഒരു മകളെ പോലെ സുഭദ്രയെ നോക്കിയിരുന്ന സുഭദ്രയെ നോക്കേണ്ടിയിരുന്ന, അല്ലെങ്കിൽ സുഭദ്ര അത്തരത്തിലൊരു ബന്ധം പുലർത്തിയിരുന്ന ഷർമിള തന്നെയാണ്. ഷർമിളയും മാത്യുവും ചേർന്ന് ഒരുമിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതാണ് തീർച്ചയായും ഞെട്ടിക്കുന്നത്. കാരണം 2 പേരും ചേർന്നാണ് ചവിട്ടി അവരെ കൊലപ്പെടുത്താനായി ശ്രമിക്കുന്നത്. കഴുത്ത് ഞെരിച്ചതും 2 പേരും അത് ചെയ്തു എന്നുള്ളതാണ്. ഇവരുടെ ആക്രമണത്തിൽ സുഭദ്രയുടെ വാരിയെല്ലിന്റെ ഇരുഭാഗത്തെയും വാരിയെല്ലുകൾ പൂർണ്ണമായി തകർന്നിരുന്നു. കഴുത്ത് ഒടിഞ്ഞ അവസ്ഥയിലായിരുന്നു. മരിച്ച ശേഷം മൃതദേഹത്തിന്റെ ഇടത് കൈ ഒടിച്ച് പിറകിലേക്ക് വലിച്ച് കെട്ടിവെച്ച നിലയിലായിരുന്നു എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാവുകയും ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവരുടെ ബന്ധങ്ങൾ തന്നെ, അതായത് മാത്യുവും ഷർമിളയും തമ്മിലുള്ള ബന്ധങ്ങൾ തന്നെ പല ദുരൂഹതയും നിലനിൽക്കുന്നുണ്ട്. കാരണം ഷർമിളയ്ക്ക് 50-ൽ മേൽ പ്രായമുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. പക്ഷേ മാത്യുവിന്റെ വീട്ടുകാരടക്കം അത്രയും പ്രായമില്ല എന്ന് പറയുമ്പോൾ പോലും അന്വേഷണ സംഘം പറയുന്നത് യഥാർത്ഥ പ്രായം 50 വയസ്സിന് മുകളിലാണ് എന്നുള്ളതാണ്. 38 വയസ്സുകാരനാണ് മാത്യു. അത്തരത്തിൽ ഇവരുടെ ബന്ധത്തിൽ തന്നെ പല ദുരൂഹതകളും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഈ കൊലപാതകം നടത്തിയ ശേഷം, 7-ന് കൊലപാതകം നടത്തിയ ശേഷം അവിടെ അന്ന് രാത്രി തന്നെ ഇത് കുഴിച്ചു മൂടുന്നു. വളരെ പെട്ടെന്ന് തന്നെ മറവ് ചെയ്യുകയും ഇവർ പിന്നീട് ആ വീട്ടിൽ തന്നെ താമസിക്കുകയുമാണ് ചെയ്തത്. കടവന്ത്ര പോലീസ് അന്വേഷിച്ച് വന്ന ഘട്ടത്തിൽ ഇവർ പിന്നീട് ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയത്. അതിൽ തന്നെ ഈ സുഭദ്രയുടെ സ്വർണ്ണാഭരണങ്ങൾ ഇവർ കവർച്ച ചെയ്ത ശേഷം ആലപ്പുഴയിലും ഷർമിളയുടെ സ്ഥലമായ ഉടുപ്പിയിലും എത്തിച്ച് അവിടെ 2ഇടത്തും വിൽപ്പന നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഉടുപ്പിയിൽ നിന്ന്, അപ്പോൾ ഇവിടെ ഇത്തരമൊരു തിരോധാന കേസ് ഉണ്ടായി എന്നുള്ള വിവരം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഘട്ടത്തിൽ തന്നെ
ആലപ്പുഴയിൽ നിന്നുള്ള അന്വേഷണ സംഘം ഒരു നിമിഷം പോലും പാഴാക്കാതെ ഉടുപ്പിയിലേക്ക് പുറപ്പെട്ടിരുന്നു. പക്ഷേ ഉടുപ്പിയിലെത്തിയ പ്രതികൾ അവിടെ നിന്നും തിരിച്ച് പിന്നീട് ആലപ്പുഴയിൽ എത്തി എന്നുള്ളതുമാണ്. അതിനുശേഷം ഈ ബോഡി കണ്ടെത്തുന്ന ദിവസം കഴിഞ്ഞ ചൊവ്വാഴ്ച മണ്ണഞ്ചേരി പോലീസിലേക്ക് ഫയൽ കൈമാറിയതിനു ശേഷം അത് അവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ രണ്ടാമത്തെ ദിവസം തന്നെ സുഭദ്ര എവിടെ എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞു. മൃതശരീരം കണ്ടെടുത്തു. കേസിൽ ഏറ്റവും നിർണായകമായ കണ്ടെത്തലായിരുന്നു അത്. ഈ വീടിന്റെ പിൻഭാഗത്ത് നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. ആ സംഭവം, അതായത് മാധ്യമങ്ങളിലൂടെ ഇരുവരുടെയും ചിത്രങ്ങൾ പുറത്തുവന്നു. പോലീസ് അത് പുറത്തുവിട്ടു. ആ ഘട്ടത്തിലാണ് അതുവരെ എറണാകുളത്ത് കടവന്ത്ര പോലീസ് അന്വേഷിച്ചു വന്ന ശേഷം ഈ പ്രതികൾ ഉണ്ടായിരുന്നത് കടവന്ത്ര പോലീസിന്റെ കീഴിൽ എറണാകുളത്ത് തന്നെ ഈ പ്രതികൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഒളിവിൽ താമസിക്കാനായി അവർ തിരഞ്ഞെടുത്ത സ്ഥലം കടവന്ത്ര പോലീസ് അവരെ അന്വേഷിച്ച് ആലപ്പുഴയിൽ വരുമ്പോൾ എറണാകുളം തന്നെ അവർ ഒളിവിൽ കഴിയാനായി തിരഞ്ഞെടുത്തു. തീർച്ചയായും ശരണ്യ സൂചിപ്പിച്ചതുപോലെ പോലീസിന്റെ ഒരു അന്വേഷണ മികവ് എടുത്തു പറയണം. കാരണം ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ശരണി തന്നെ റിപ്പോർട്ട് ചെയ്ത കല എന്ന യുവതിയുടെ കൊലപാതക കേസ്. ഏകദേശം ഒരു 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് ആ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. അവിടെയും ചെറിയൊരു തുമ്പ് മാത്രം, ചെറിയ സൂചനകളുടെ മാത്രം അടിസ്ഥാനത്തിലാണ് പോലീസ് ആ ഒരു കേസിന്റെ അന്വേഷണം നടത്തിയത്. ഇവിടെയും ഈ സുഭദ്ര എന്ന വയോധികയെ അവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുന്നു. അതിവേഗത്തിൽ തന്നെ ഈ സംഭവത്തിലേക്ക്, ഇതിൽ ഒരു കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. പ്രതികളെയും അധികം താമസിക്കാതെ തന്നെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നു. എങ്ങനെയായിരുന്നു ഈ പോലീസിന്റെ ഈ ഒരു അന്വേഷണ രീതി എന്നുകൂടി ഒന്ന് വ്യക്തമാക്കേണ്ടതല്ലേ ശരണ്യ? കാരണം ചെറിയ സൂചനകളുടെ അടിസ്ഥാനത്തിൽ അതിവേഗത്തിൽ പോലീസ് നടത്തിയ നീക്കങ്ങൾ, പ്രത്യേകിച്ചും ഈ സമീപ ദിവസങ്ങളിൽ നിരവധി ക്രൈമുകൾ ഈ ആലപ്പുഴ ജില്ലയിൽ മാത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ കേസുകളിലെല്ലാം പോലീസ് പ്രതികളെ പിടികൂടുന്ന സാഹചര്യങ്ങൾ കൂടി ഉണ്ടല്ലോ. തീർച്ചയായിട്ടും വളരെ അന്വേഷണ മികവ് പുലർത്തിയ ഒരു കേസ് തന്നെയാണിത്. നമ്മൾ അത് എടുത്തു പറയണം. ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വളരെ പെട്ടെന്ന് തന്നെ എറണാകുളത്ത് നിന്നൊരു മിസ്സിംഗ് കേസായി വന്ന കേസ് ആലപ്പുഴയിൽ അവരത് അതിന്റെ ഒരു പ്രാധാന്യം, അതായത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ സുഭദ്രയെ സംബന്ധിച്ച് ഈ മാത്യുവും ശർമ്മിളയും പറയുന്ന കാര്യങ്ങൾ കളവുണ്ടെന്നും ഇതിനകത്ത് മറ്റെന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കണക്കുകൂട്ടലിലേക്ക്, കൺക്ലൂഷനിലേക്ക് എത്താൻ വളരെ പെട്ടെന്ന് കഴിഞ്ഞു എന്നുള്ളതാണ്. മണ്ണഞ്ചേരി CA രാജേഷ്, ഒപ്പം തന്നെ SI KR ബിജു അടക്കമുള്ള ആളുകൾ, ഇവരെ ഒരു നല്ലൊരു ടീമിനെ അവർ ഫോം ചെയ്തു എന്നുള്ളതാണ്. ആലപ്പുഴ SP മോഹൻചന്ദ്രന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം ഒരു വളരെ പെട്ടെന്ന് ഒരു ടീം ഫോം ചെയ്ത് അതിൽ തന്നെ 2 ടീമിനെ അവർ അപ്പോൾ തന്നെ, അതായത് ഈ മിസ്സിംഗ് കേസ് അന്വേഷിച്ച് മൃതദേഹം കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ 2 ടീമുകളായി തിരിച്ചുകൊണ്ട് അന്യ സംസ്ഥാനത്തേക്ക് ആ സംഘങ്ങളെ വിടാനായി അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഓരോ ഘട്ടത്തിലും നമ്മൾ ഇന്നലെയൊക്കെ പറയുന്നത് പോലെ തന്നെ ഇവർ സഞ്ചരിക്കുന്ന ഓരോ ഘട്ടത്തിലും പിന്നാലെ പോലീസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ആദ്യം പോലീസിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി സുഭദ്ര എവിടെ എന്നുള്ളത് കണ്ടെത്തുക എന്നത് തന്നെയായിരുന്നു. മൃതദേഹം കണ്ടെത്താൻ 2ാമത്തെ ദിവസം, കേസ് രജിസ്റ്റർ ചെയ്ത് 2ാമത്തെ ദിവസം മണ്ണഞ്ചേരി പോലീസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അവര് അത് വളരെ പെട്ടെന്ന് കണ്ടെത്തി. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് ആ മൃതദേഹം കണ്ടെത്തുന്ന സമയത്ത് ആ വർക്കുകൾ സമാന്തരമായി നടക്കുന്ന അതേ സമയത്ത് തന്നെ പ്രതികൾക്ക് വേണ്ടിയുള്ള സംഘം ഇവിടെ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. മൃതദേഹം കണ്ടെത്തി കഴിഞ്ഞാണ് പ്രതികൾ സഞ്ചരിച്ചു തുടങ്ങിയത്. അതുവരെ അവർ ഉണ്ടായിരുന്നത് എറണാകുളത്താണ്. പക്ഷെ കടവന്ത്ര പോലീസിന് ആദ്യഘട്ടത്തിൽ ഇതിനകത്തൊരു ലാഗ് ഈ കേസിൽ വന്നു. അതിനുശേഷം ഇത് മറ്റൊരു പോലീസ് സേനയിലെ തന്നെ 2 വിഭാഗങ്ങളിൽ തന്നെ എന്ന് പറയാം. കാരണം 2 സ്റ്റേഷനുകളെ അന്വേഷണം നടന്നെങ്കിലും ആലപ്പുഴയിലേക്ക് ആ കേസ് എത്തിയപ്പോൾ കഴിഞ്ഞ കുറച്ചു നാളുകളായി വരുന്ന ഓരോ കേസുകളിലും അവർ പ്രതികളെ കണ്ടെത്തുന്ന ഒരു മികവ് ആലപ്പുഴയിലെ ഈ കേസിൽ വന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ പ്രതികളെ പിടിക്കാനായത്. നമ്മൾ അന്വേഷണ സംഘത്തിലെ ഓരോ ഉദ്യോഗസ്ഥരെയും ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് വളരെ കൃത്യമായി കിട്ടുമെന്നുള്ള ഒരു ആത്മവിശ്വാസം അവർ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നാലെ തന്നെയുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ ഉച്ചയോടുകൂടി ഉടുപ്പിയിലേക്ക് ഇവർ എത്തുന്നു. അത് മാത്രമല്ല, ഇവർ എറണാകുളത്ത് നിന്ന് ട്രെയിൻ മുഖാന്തരം സഞ്ചരിച്ച് ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ റെയിൽവേ സ്റ്റേഷനിലല്ല, ഇവരുടെ ഒരു സുഹൃത്തിനെ വിളിച്ചിരുന്നു. അതായത് ശർമ്മിള അവിടെ ഉണ്ടായിരുന്ന ഉടുപ്പിയിലെ ഒരു സുഹൃത്തിനെ വിളിച്ചു. ആ സുഹൃത്തിന്റെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് എത്തുമെന്ന് കൃത്യമായ വിവരമുണ്ടായിരുന്നു. അവർ വിരിച്ച വലയിൽ അവർ പറഞ്ഞ രീതിയിൽ പോലീസ് കാര്യങ്ങൾ നീക്കി. ആ രീതിയിലാണ് 2 പേരും ഇന്നലെ ഉച്ചയോടുകൂടി പിടിയിലാകുന്നത്. അതായത് 6 ദിവസത്തോളം മാത്രമാണ് ഈ മൃതദേഹം കണ്ടെത്താനും പ്രതികളെ പിടിക്കാനും അന്വേഷണ സംഘം എടുത്തതെന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ സുഭദ്രയെ ഈ ശർമ്മിളയെ സംബന്ധിച്ചിടത്തോളം അവർ ആലപ്പുഴ കർണാടക സ്വദേശിനിയാണ് എന്നുള്ള വിവരമായിരുന്നു
ഇതുവരെ നമ്മൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഷർമിള കർണാടക സ്വദേശിനിയല്ല, മലയാളിയാണ്, എറണാകുളം സ്വദേശിനിയാണ്, എറണാകുളം തോപ്പുംപടിക്കാരിയാണ് എന്നുള്ളതാണ് ലഭ്യമാകുന്ന പുതിയ വിവരം. അതായത് എറണാകുളം തോപ്പുംപടിയിലാണ് ജനിച്ചതും 6 വയസ്സ് വരെ വളരുകയും ചെയ്തത്. അതിനുശേഷമാണ് അമ്മയ്ക്ക് ജോലിയുമായി ബന്ധപ്പെട്ട ഇവർ ഉടുപ്പിയിലേക്കായി കുടുംബം പോകുന്നത്. ഉടുപ്പിയിൽ അമ്മയുടെ മരണശേഷം 6 വർഷം മുമ്പ് ഇവർ തിരിച്ചു മടങ്ങി വരുന്നു. എറണാകുളത്ത് താമസിക്കുന്നു. കടവന്ത്രയിൽ ഹോസ്റ്റൽ താമസിക്കുന്ന ഘട്ടത്തിലാണ് സുഭദ്രയുമായി അടുത്ത ബന്ധം പുലർത്തുകയും സുഭദ്രയെ വിശ്വാസത്തിലാവുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു മകളെ പോലെ കൊണ്ടു നടന്ന ആളാണ് ഈ ഷർമിളയെ കൊണ്ടു നടന്ന ആളാണ് സുഭദ്ര. അവരെയാണ് ശരണ്യ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതി ഷർമിളയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊക്കെ പല രീതിയിലുള്ള ദുരൂഹതകളും ഉണ്ടല്ലോ. ഇവർ ഉടുപ്പി സ്വദേശിനിയാണ് എന്ന് അങ്ങനെയാണോ ഈ കൊല്ലപ്പെട്ട സുഭദ്രയെ ഉൾപ്പെടെ ഇവർ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്? അങ്ങനെയെങ്കിൽ മാത്യൂസും ചതിക്കപ്പെട്ടതാണോ? ഈ ഷർമിളയുടെ ഒരു പശ്ചാത്തലം എന്താണ്? ഉടുപ്പിയിൽ ഇവർ ഇതിനു മുൻപ് വിവാഹം കഴിച്ചിട്ടുണ്ടോ? ഉടുപ്പിയിൽ ഏതെങ്കിലും ക്രിമിനൽ കേസിൽ പെട്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ ശരണ്യ? നിലവില് ഇവരെ സംബന്ധിച്ച കേസുകളൊന്നുമില്ല. പക്ഷേ ഇതിനു മുമ്പ് ഒരു ക്രൈം ഇവരെ സംബന്ധിച്ച് രേഖപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നെങ്കിലും പിന്നീട് ഇവർ തന്നെ, അതായത് ഈ ഷർമിളയും ഒപ്പം മാത്യുവും തമ്മിൽ തർക്കമുണ്ടാവുകയും ഷർമിള മദ്യലഹരിയിൽ മാത്യുവിന്റെ കൈയിൽ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. അന്ന് 3 ഞരമ്പുകൾ മുറിഞ്ഞ് മാത്യുവിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കേണ്ട സാഹചര്യം വന്നു. ആ ഘട്ടത്തിൽ പോലും മാത്യുവിനോട് ഈ കൊലപാതകത്തെ ഈ വെട്ടിപ്പരിക്കേൽപ്പിച്ചതിനെ സംബന്ധിച്ച് മാത്യു ആദ്യം പോലീസിലെ, പക്ഷേ മണഞ്ചേരി പോലീസ് ആ ഘട്ടത്തിൽ എത്തുമ്പോഴും ഇവർ മാത്യു പറയുന്നത് പിന്നീട് ഇവർ തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിച്ചതിന് ശേഷം കൈ മറ്റൊരു രീതിയിൽ മുറിഞ്ഞു എന്നുള്ള മൊഴിയാണ് നൽകിയത്. അന്ന് അതുകൊണ്ട് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. രണ്ടുപേരുടെയും 2ാം വിവാഹമാണ്. പക്ഷേ മാത്യുവിന്റെ കുടുംബത്തിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ബന്ധുവെന്ന് പറഞ്ഞ് അവതരിപ്പിച്ചത് ഈ സുഭദ്രയാണ്, അതായത് കൊല ചെയ്യപ്പെട്ട സുഭദ്രയാണ്. അതുമാത്രമല്ല എറണാകുളത്ത് ഹോസ്റ്റൽ താമസിക്കുന്ന ഘട്ടത്തിൽ മാത്യുവിന്റെ സഹോദരി വഴി വന്ന ആലോചനയാണെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഇവരെ കാണുമ്പോൾ തന്നെ ഒരു അസ്വാഭാവികത നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം മാത്യുവിന്റെ കുടുംബം പറഞ്ഞത് 38 വയസ്സാണ് പ്രായമെന്നാണ്. പക്ഷേ പോലീസ് പറയുന്നത് 50 വയസ്സിന് മേൽ പ്രായം ഷർമിളയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇവര് ഉടുപ്പി സ്വദേശിനിയാണെന്നാണ് മുഴുവൻ പേരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. ഇവരുടെ എറണാകുളം ബന്ധങ്ങളോ മലയാളം കൃത്യമായി അറിയാമെന്നുള്ള കാര്യമോ ഒന്നും ഇവർ ആരോടും പറഞ്ഞിട്ടില്ല. പല ഭാഷകൾ അറിയാവുന്ന 5ഓളം ഭാഷകൾ അറിയാവുന്ന ആളാണ് ഷർമിള എന്നുള്ള കാര്യവും ഒക്കെ വ്യക്തമാക്കുന്നു. പോലീസുമായുള്ള സംഭാഷണത്തിൽ ബിരുദധാരിയാണെന്ന് പറയുന്നു. പക്ഷേ അന്വേഷണ സംഘം അതൊന്നും വിശ്വാസത്തിലെടുക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ടോം, ഇവർ മദ്യത്തിന് അടിമകളാണ് എന്നുള്ളതാണ്. 2 പേരും അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഘട്ടത്തിലും മദ്യലഹരിയിലായിരുന്നു. അതായത് ഇന്നലെ ഉച്ചയ്ക്ക് ഇവർ ഉടുപ്പിയിൽ പിടിക്കപ്പെടുന്ന മണിപ്പാൽ പിടിക്കപ്പെടുന്ന സമയത്തും ഇവർ 2 പേരും മദ്യപിച്ച് ലക്കുകെട്ട സാമാന്യം നല്ല രീതിയിൽ മദ്യപിച്ച അവസ്ഥയിലായിരുന്നു എന്ന് അന്വേഷണ സംഘത്തിലുള്ള ആളുകൾ പറയുന്നു. മറ്റൊരു പ്രതിരോധവും സൃഷ്ടിച്ചില്ല. അവർ പോലീസിനൊപ്പം പിടിയിലാക്കപ്പെട്ടു എന്ന് മനസ്സിലായതോടുകൂടി പോലീസിനൊപ്പം കീഴടങ്ങി തിരികെ വരികയായിരുന്നു. അതുവരെ, അതായത് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച മൃതശരീരം കണ്ടെടുത്ത ദിവസം മുതൽ തന്നെ ഇവർ മുഴുവൻ സമയവും യാത്രയിലാണ്, എവിടെയും തങ്ങിയിട്ടില്ല. അത്തരത്തിൽ യാത്ര ചെയ്ത് പോവുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ സ്വന്തം നാട്ടിലേക്ക്, അതായത് അതുവരെ താമസിച്ചിരുന്ന ഉടുപ്പിയിലേക്ക് പോയി രക്ഷപ്പെടാമെന്നുള്ള ഒരു കണക്കുകൂട്ടലായിരുന്നു. അതാണ് അന്വേഷണ സംഘം ഇതിന്റെ സമയോചിതമായ ഇടപെടൽ മൂലം ഇവരെ പിടിക്കാൻ കഴിഞ്ഞത്. എന്തായാലും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. മാത്രമല്ല എങ്ങനെ മറവ് ചെയ്തു എന്നുള്ളതൊക്കെ കഴിഞ്ഞ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. വാരിയലുകൾ പൂർണ്ണമായി തകർന്നിട്ടുണ്ട് എന്നുള്ളത്. 2 പേരും ഇവരെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സുഭദ്രയെ ഷർമിളയും ചവിട്ടിയിട്ടുണ്ട്, ഒപ്പം തന്നെ മാത്യുവും ചവിട്ടിയിട്ടുണ്ടെന്ന് ഇവർ പോലീസിനോട് സമ്മതിച്ചു. 2 പേരും കഴുത്ത് ഞെരിച്ചതും 2 പേരും ചേർന്നാണ് എന്നുള്ളതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. അതായത് സ്വന്തം അമ്മയെ പോലെ സ്നേഹിച്ച് അവർ കൊണ്ടുനടന്ന ഒരു സ്ത്രീ. മാത്യുവിന്റെ വീട്ടുകാരും അങ്ങനെ തന്നെ പറയുന്നത്. പരമാവധി ശിക്ഷ കൊടുക്കണം. കാരണം സുഭദ്രയ്ക്ക് അവരോട് അത്രമേൽ സ്നേഹമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്ര അടുപ്പമുണ്ടായിരുന്ന ഒരു സ്ത്രീയെയാണ് വിശ്വാസം നടിച്ച് കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയത്. ടോം. അതുതന്നെയാണ് ശരണ്യ സ്നേഹജൻ സൂചിപ്പിച്ചതുപോലെ സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ച വ്യക്തിയാണ്, ഒരു യുവതിയാണ്. ഈ രീതിയിൽ വയോധികയായ സുഭദ്രയെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് സുഭദ്രയുടെ കൊലക്കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ചോദ്യം ചെയ്യലിൽ
അന്വേഷണ സംഘത്തിന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. കൊല്ലം മൂയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട് കോടതി. അന്വേഷണം തൃപ്തികരമല്ലെന്ന കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയുടെ നടപടി. അതേസമയം 2ാം പ്രതി അനിതാകുമാരിക്ക് ജാമ്യം അനുവദിച്ചു. നേരത്തെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നെന്ന സഹോദരന്റെ മൊഴിയിൽ അന്വേഷണം നടക്കാത്തത് സംശയങ്ങൾ ബലപ്പെടുത്തിയിരുന്നു. ഇതിൽ ആശങ്കയുണ്ടെന്നായിരുന്നു അബിഗേലിന്റെ പിതാവ് ന്യൂസ് 18നോട് നേരത്തെ വ്യക്തമാക്കിയത്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഡാൻ, കഴിഞ്ഞ ദിവസം ഈ ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു കൊല്ലം മൂയൂരിൽ നിന്ന് അബിഗേൽ എന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ വലിയ രീതിയിൽ അട്ടിമറി നടന്നു എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ന്യൂസ് 18നോടാണ് ഈ അബിഗേലിൻ്റെ പിതാവ് ആദ്യമായി ഈ ഒരു ആശങ്ക, ഈ ഒരു ആക്ഷേപം പങ്കുവെച്ചത്. ഇപ്പോൾ അതേ തുടർന്ന് ന്യൂസ് 18ൻ്റെ വാർത്തയ്ക്ക് പിന്നാലെ കോടതിയുടെ ഇടപെടൽ വന്നിരിക്കുന്നു. അതായത് കോടതിക്ക് തന്നെ ഇക്കാര്യത്തിൽ ബോധ്യമായിട്ടുണ്ടോ ഈ കേസിൽ ഏതെങ്കിലും രീതിയിലൊരു അട്ടിമറി നടന്നുവെന്ന്? ടോം, കഴിഞ്ഞ 6-ാം തീയതിയാണ്, സെപ്റ്റംബർ 6-ാം തീയതിയാണ് കോടതി, കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഈ കേസ് പരിഗണിക്കാനിരുന്നത്. അതിൻ്റെ തൊട്ട് തലേ ദിവസം 5-ാം തീയതിയാണ് അബിഗേൽ സാറ റെജിയുടെ പിതാവ് റെജി ജോൺ നമ്മളുമായി നടത്തിയ ആ ഫോൺ സംഭാഷണം നമ്മൾ പുറത്തുവിടുന്നത്. അതിൽ റെജി പറഞ്ഞിരുന്നത് ഈ കേസിൽ പത്മകുമാറും അനിതകുമാരിയും മകളും മാത്രമല്ല, ചിലർ കൂടി ഉണ്ട് എന്ന സംശയമുണ്ട്. ആദ്യഘട്ടം മുതൽ ഈ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായ അബിഗേലിൻ്റെ സഹോദരൻ ജോനാഥൻ പോലീസിനെ ഇക്കാര്യങ്ങൾ അറിയിച്ചതാണ്. പക്ഷേ അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തുന്നതിന് പകരം മാധ്യമങ്ങളുടെ അടക്കം ചോദ്യത്തിന് ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന ഈ അന്വേഷണത്തിന് അന്ന് മേൽനോട്ടം വഹിച്ചിരുന്ന ADGP MR അജിത് കുമാർ നൽകിയ ഉത്തരം അത് കുട്ടിയുടെ വെറും തോന്നൽ മാത്രമായിരിക്കാം എന്നായിരുന്നു. സ്വാഭാവികമായി അന്ന് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏറെ ദുരൂഹതകൾ ഉയർന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 10 ലക്ഷം രൂപയുടെ സാമ്പത്തിക നഷ്ടം നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ ഇവർ ആസൂത്രണം ചെയ്തത് എന്നായിരുന്നു. സ്വാഭാവികമായി വലിയ സാമ്പത്തിക ഭദ്രതയുള്ളൊരു കുടുംബം, ചാത്തന്നൂരിനടുത്ത് 4000 സ്ക്വയർ ഫീറ്റിലധികമുള്ളൊരു വലിയ വീടുണ്ട്. അതോടൊപ്പം പോളച്ചിറയിൽ 7 ഏക്കറോളം വരുന്ന ഫാം ഹൗസ്, ആ ഫാം ഹൗസിനുള്ളിൽ 2 മറ്റ് വീടുകൾ, 2 ആഡംബര വാഹനങ്ങൾ, ഇതൊക്കെയുള്ള പത്മകുമാരൻ കുടുംബവും 10 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യത തീർക്കുന്നതിന് വേണ്ടി ഓയൂർ എന്ന ഗ്രാമപ്രദേശത്ത് വന്ന് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി വിലപേശൽ നടത്തുകയെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആകുന്ന കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പിന്നിൽ മറ്റെന്തോ കാര്യങ്ങൾ കൂടി ഉണ്ട് ഒളിക്കാൻ എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വന്നത്. അവിടെയാണ് അന്ന് അന്വേഷണത്തിന് നേതൃത്വം നൽകിയിരുന്ന ഉദ്യോഗസ്ഥരിൽ ചിലർ തന്നെ പിന്നീട് നമ്മളോട് രഹസ്യമായെങ്കിലും വ്യക്തമാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ അബിഗേലിനൊപ്പം സഹോദരനും ഒരുമിച്ചായിരുന്നു ട്യൂഷന് പോയത്. അപ്പോഴാണ് ഈ വാഹനത്തിലെത്തിയ പത്മകുമാറും സംഘവും ഇവരെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അതിൽ ജോനാഥൻ ചെറുത്ത് നിൽക്കുന്നു, വടികൊണ്ട് അടിക്കുന്നു ഈ വാഹനത്തിൽ. അങ്ങനെ അവൻ മാത്രം രക്ഷപ്പെടുന്നു. പിന്നീട് അവൻ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ 3 പേർ ഒരുമിച്ച് വാഹനത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഇവർ 2 പേരെയും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ആ വാഹനത്തിൽ തിരികെ കയറി രക്ഷപ്പെട്ടു പോകുമ്പോൾ അമിത വേഗത്തിൽ വാഹനം ഓടിച്ചു പോയ വ്യക്തി ആരായിരുന്നു? ഇതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അങ്ങനെ ഒരാൾ ഇല്ലായിരുന്നുവെന്ന് പോലീസ് അങ്ങ് തറപ്പിച്ച് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ വാഹനം അമിത വേഗത്തിൽ അവിടുന്ന് ഓടിച്ചു പോയി പിന്നീട് ഈ കുട്ടിയെ ഉപേക്ഷിച്ച് തമിഴ്നാട്ടിലെ തെങ്കാശിയിലേക്ക് ഇവർ മടങ്ങുന്നത്? ഇതാണ് ഏറ്റവും ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി അവശേഷിക്കുന്നത്. അത് കൃത്യമായ ഒരു ആശങ്കയായി നമ്മൾ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് എത്തിച്ചപ്പോൾ കോടതിയുടെ കൃത്യമായ ഇടപെടൽ ആ കാര്യത്തിൽ ഉണ്ടായിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി ഈ സംഘത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു, അതോടൊപ്പം 4ാമതൊരാൾ ഉണ്ടെങ്കിൽ അതാരാണ് എന്നതടക്കമുള്ള ഇതുവരെ ഉത്തരം കിട്ടാത്ത എല്ലാ ചോദ്യങ്ങളിലേക്കും വിശദമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയുടെ തുടരന്വേഷണത്തിലുള്ള ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഡാൻ, ഈ അബിഗേലിൻ്റെ പിതാവ്, അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടോ? കാരണം തുടക്കത്തിൽ തന്നെ നമ്മൾ ഉൾപ്പെടെ മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തതാണ് ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ 4 പേരുണ്ട്. അബിഗേലിൻ്റെ സഹോദരൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം വിവരങ്ങൾ നൽകിയത്. ഈ പിതാവിനെ സംബന്ധിച്ച്, അബിഗേലിൻ്റെ പിതാവിനെ സംബന്ധിച്ച് ഏതെങ്കിലും രീതിയിലുള്ള സംശയമുണ്ടോ? മറ്റാർക്കെങ്കിലും പങ്കുള്ളതായി? അതല്ലെങ്കിൽ ഇതിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം ഇപ്പോൾ സാമ്പത്തികം മാത്രമായിരുന്നില്ല, മറ്റേതെങ്കിലും ദുരൂഹത അവർ സംശയിക്കുന്നുണ്ടോ? ഡാൻ,
അദ്ദേഹം ഒരുപക്ഷെ വലിയ സമ്മർദ്ദത്തിലായിട്ടുണ്ട് ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം. കാരണം പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും അങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞത് പൊതുസമൂഹത്തിൻ്റെ ആശങ്കയാണ് താൻ നമ്മളോട് പങ്കുവെച്ചത് എന്നാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ അടക്കമുള്ളവർ ഇതിന് പിന്നിൽ മറ്റെന്തോ കാരണങ്ങളുണ്ട് എന്ന തരത്തിൽ ബലമായി സംശയിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ കുട്ടിയെ സുരക്ഷിതമായി കണ്ടെത്തേണ്ടതുകൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ, ഈ സംശയം ഉളവാക്കുന്ന കാര്യങ്ങൾ അന്ന് പോലീസുമായി ഒരു പോലീസിനെ നിർബന്ധിച്ച് അന്വേഷിപ്പിക്കുന്ന തരത്തിലേക്ക് മാറാതിരുന്നത് ഈ കുട്ടിയെ സുരക്ഷിതയായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എന്നൊരു നിലപാടിലാണ് റെജി ജോൺ ഉള്ളത്. അതിനിടയിലാണ് ഇങ്ങനെ തുടരന്വേഷണത്തിലുള്ള കോടതിയുടെ ഉത്തരവ് വരുന്നത്. സ്വാഭാവികമായി അങ്ങനെ നടത്തുന്ന അന്വേഷണത്തിൽ ഈ പത്മകുമാറിനും അനിതാകുമാരിക്കും അനുപമ എന്ന അവരുടെ മകൾക്കും പുറമെ മറ്റാരെങ്കിലും ഈ കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? എന്തായിരുന്നു ഈ തട്ടിക്കൊണ്ടുപോകലിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം? അതടക്കമുള്ള വിശദാംശങ്ങൾ പുറത്തു വരുമെന്നാണ് കരുതപ്പെടുന്നത്. അതോടൊപ്പം പ്രൊഫഷണൽ ബിരുദധാരിയാണ് പത്മകുമാർ, നിയമപഠന വിദ്യാർത്ഥിയാണ് ഈ അനുപമ. അങ്ങനെ ഒരു കുടുംബം ഇങ്ങനെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി പണമുണ്ടാക്കാം എന്നൊക്കെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ഇത് തന്നെയാണോ കാരണം? അതിലൊരു വ്യക്തത കൈവരേണ്ടതുണ്ട്. അവിടെയാണ് ചില സംശയങ്ങൾ ഉയരുന്നത്. ആ സംശയങ്ങളിലേക്കായിരിക്കും ഈ തുടരന്വേഷണം ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അവർ ആരംഭിക്കുമെന്നാണ് വിവരം. ഇവരുടെ ഒരു സംശയം, ഈ ADGP MR അജിത് കുമാർ ഈ രീതിയിൽ കേസ് അട്ടിമറിച്ചു, മറ്റാർക്കോ വേണ്ടി അട്ടിമറി നടത്തിയെന്നായിരുന്നല്ലോ തുടക്കത്തിൽ ഈ അബിഗേലിൻ്റെ പിതാവ് റെജി ഒരു സംശയം ഉന്നയിച്ചിരുന്നത്. ഇപ്പോഴും അതേ നിലപാടിൽ തന്നെയാണോ? ഈ കോടതിയിൽ ഇവർ സമർപ്പിച്ച ഈ ഹർജിയിലടക്കം ഇക്കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ടോ ഡാൻ? കോടതിയിൽ ക്രൈംബ്രാഞ്ചാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജി സമർപ്പിക്കുന്നത്. അവിടെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ കൃത്യമായി പറയുന്നത് സ്വകാര്യ വാർത്താ ചാനലിന് ഈ കുട്ടിയുടെ പിതാവ് അബിഗേൽ സാറ റെജിയുടെ പിതാവ് റെജി നൽകിയ പ്രതികരണം അതിന് ഇടയാക്കിയ സാഹചര്യം എന്താണ്, അതോടൊപ്പം അങ്ങനെ ഒരു പ്രതികരണത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ, ഈ കാര്യങ്ങളിലടക്കം വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതിന് കോടതിയുടെ അനുമതി തേടിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അഡീഷണൽ സെഷൻസ് കോടതിയിൽ, കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഇങ്ങനെയൊരു ഹർജി സമർപ്പിക്കുന്നത്. അവിടെയാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. മറ്റ് വിശദാംശങ്ങളൊക്കെ ഇനി കോടതിയുടെ തന്നെ നിരീക്ഷണത്തിൽ ഈ അന്വേഷണ സംഘം നടത്തുന്ന തുടരന്വേഷണത്തിലായിരിക്കും വ്യക്തമാകുക. ഒരു കാര്യം ഉറപ്പാണ്, MR അജിത് കുമാർ അന്ന് നടത്തിയ വിശദീകരണം, ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച മൊഴികൾ എന്ന വണ്ണം മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തിയ വിശദീകരണം വലിയ സംശയങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പക്ഷേ പിന്നീട് ശ്രദ്ധ അങ്ങോട്ട് ലഭിക്കാതെ പോകുന്ന മറ്റ് കാര്യങ്ങളിലേക്ക് അത് നീങ്ങുന്ന വഴിമാറുന്ന സാഹചര്യമുണ്ടായി. അവിടെ കൃത്യമായി കഴിഞ്ഞ സെപ്റ്റംബർ 5 പുറത്തു വന്ന ഈ പ്രതികരണം, അതായത് റെജി ജോണിൻ്റെ പ്രതികരണം നിർണായകമായി മാറുകയായിരുന്നു. അവിടെയാണ് അന്വേഷണ സംഘം തന്നെ കോടതിയിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അത് പരിഗണിച്ചുകൊണ്ടാണ് കോടതിയുടെ ഈ തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഒയൂരിൽ നിന്നും 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് തുടരന്വേഷണത്തിന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് കോടതിയുടെ നടപടി. ADGP MR അജിത് കുമാറിനെ കഴിഞ്ഞ ദിവസം പോലീസ് ആസ്ഥാനത്ത് ചോദ്യം ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ആ വാർത്ത പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. ADGPയുടെ മൊഴിയെടുപ്പിൽ RSS കൂടിക്കാഴ്ച ചോദിച്ചില്ല. PV അൻവർ നൽകിയ പരാതി കേന്ദ്രീകരിച്ചായിരുന്നു മൊഴിയെടുപ്പെന്നും അൻവറിന്റെ പരാതിയിൽ RSS കൂടിക്കാഴ്ച ഉന്നയിക്കുന്നില്ല എന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ വിശദീകരണം. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയെന്ന ആക്ഷേപത്തിൽ മൊഴി രേഖപ്പെടുത്തി. RSS കൂടിക്കാഴ്ചയിലടക്കം വീണ്ടും അജിത് കുമാറിന്റെ മൊഴിയെടുത്തേക്കും. PV അൻവറിന് പിന്നിൽ ബാഹ്യശക്തികളെന്നാണ് ADGP MR അജിത് കുമാർ മൊഴി നൽകിയത്. VV വിനോദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിനോദ്, ഇന്നലെ ഏകദേശം ഒരു 4 മണിക്കൂറോളം ADGP MR അജിത് കുമാറിൽ നിന്നും മൊഴിയെടുത്തിരുന്നു. പക്ഷെ അവിടെ ഈ RSS കൂടിക്കാഴ്ച ചോദിച്ചില്ല എന്ന് പറയുന്നു. മറ്റ് ഈ PV അൻവർ ഉന്നയിച്ച മറ്റു വിഷയങ്ങൾ, തൃശ്ശൂർ പൂരമടക്കം, പൂരം അലങ്കോലപ്പെടുത്തിയത്, ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായിട്ടുള്ള ഇടപാടുകൾ, അതോടൊപ്പം ഈ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഈ സ്വപ്ന സുരേഷിനെ അടക്കം നാടുവിടാൻ സഹായിച്ച ഈ വിഷയങ്ങളടക്കം ചോദിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്താണ് അജിത് കുമാർ ഈ വിഷയങ്ങളടക്കം മൊഴി നൽകിയിരിക്കുന്നത്? വിനോദ്,
ടോം, ഈ മൊഴിയെടുപ്പിൽ പ്രധാനമായും PV അൻവർ നൽകിയിട്ടുള്ള പരാതിയാണ്. ആ പരാതി അന്വേഷിക്കുന്നതിനാണ് നേരത്തെ 5 അംഗ സംഘത്തിന് രൂപീകരിച്ചത്. അതിൽ DGPയുടെ നേതൃത്വത്തിലായിരുന്നു ഈ സംഘമുള്ളത്. കഴിഞ്ഞ ദിവസം DGPക്ക് മുന്നിലാണ് മൊഴി നൽകിയതും. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് PV അൻവർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം പുറത്തു വന്നത് തന്നെയാണ്. അത് സർക്കാരിനും CPM-നും സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി ചെറുതല്ല. മാത്രമല്ല, ഈ പരാതി ഉയർന്നു വരുന്നത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിന്നോ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നോ അല്ല. ഒരു ഭരണപക്ഷ MLA തന്നെ ഈ കാര്യം വെളിപ്പെടുത്തുകയും അതിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിൽ ഇത്തരത്തിലുള്ള ഗൂഢാലോചനയാണ് എന്ന വാദം CPI-യും ഉയർത്തുന്നുണ്ട്. LDF-ലെ മറ്റ് ഘടകകക്ഷികളും അജിത് കുമാറിനെ മാറ്റി നിർത്തിയുള്ള അന്വേഷണം എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ പറഞ്ഞു വെച്ചത് LDF യോഗത്തിൽ. എന്നാൽ മുഖ്യമന്ത്രി ഇതിനൊരു വിശദീകരണം നൽകിയത് ഇങ്ങനെ ഒരു പരാതി വരുമ്പോൾ അത് സ്വാഭാവികമായും അന്വേഷിക്കും. 1 മാസ സമയമാണ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല, തന്നെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ ആ നിലയ്ക്ക് അല്ലെങ്കിൽ ആ തരത്തിലുള്ള ആരോപണങ്ങൾ അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കാര്യങ്ങൾ മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ അല്ലെങ്കിൽ LDF യോഗത്തിൽ വിശദീകരിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോഴത്തെ ഒരു സമവായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. LDF-ൽ മറ്റ് കക്ഷികളെല്ലാം തന്നെ ഒരു സമവായത്തിൻ്റെ പാതയിലേക്ക് ഈ ഒരു ഉറപ്പിന്മേലാണ് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം MR അജിത് കുമാർ നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നത് തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ട്. PV അൻവറിന് പിറകിൽ മറ്റ് ഗൂഢശക്തികളുണ്ട്. അതിൽ മയക്കുമരുന്ന് സംഘങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ഒരു മാഫിയ സംഘം PV അൻവറിന് പിന്നിലുണ്ട് എന്നാണ് MR അജിത് കുമാർ പറയുന്നത്. മാത്രവുമല്ല, ഒരു ഓൺലൈൻ ചാനൽ ഉടമയ്ക്കെതിരെ തീവ്രവാദ കേസ് എടുക്കുന്നതിന് തനിക്ക് മേലുള്ള ഒരു സമ്മർദ്ദമുണ്ടായിരുന്നു. അത് നമുക്കറിയാവുന്നതാണ്. ഒരു ഓൺലൈൻ ചാനൽ ഉടമയും അതോടൊപ്പം തന്നെ PV അൻവറും തമ്മിൽ കാലങ്ങളായി നിലനിന്ന ഒരു തർക്കം. അതിന് പിറകെ PV അൻവർ പല തെളിവുകൾ പുറത്തുവിട്ടിരുന്നു. ഇതിൽ തീവ്രവാദ കുറ്റം ചുമത്താൻ കഴിയുന്ന തരത്തിലുള്ള തെളിവുകൾ എന്ന തരത്തിലും PV അൻവർ ചില രേഖകൾ പുറത്തുവിട്ടു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള കേസ് എടുക്കണമെന്ന സമ്മർദ്ദമുണ്ടാവുകയും ചെയ്തു. അതിന് വഴങ്ങാത്തതിനാണ് തനിക്കെതിരെയുള്ള ഈ ഒരു ഗൂഢാലോചനയും തന്നെ അപകീർത്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമവും എന്ന ഒരു മൊഴിയാണ് DGPക്ക് അജിത് കുമാർ നൽകിയിട്ടുള്ളത്. അതേസമയം PV അൻവറും കഴിഞ്ഞ ദിവസം DGPയെ നേരിൽ കണ്ടു. അനധികൃത സ്വത്ത് സമ്പാദനത്തിൻ്റെ ആരോപണം നേരത്തെ ഉന്നയിച്ചിരുന്നതാണ്. അതിനപ്പുറത്തേക്ക് ഈ തീവ്രവാദ ബന്ധം RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച, ഇക്കാര്യങ്ങളിൽ അന്വേഷണം വേണമെന്ന ആവശ്യം PV അൻവർ ഉന്നയിക്കുകയും ചെയ്തു. ഇതിനകം തന്നെ DGP വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പരാതിയിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. വിജിലൻസ് അന്വേഷണത്തിലുള്ള ശുപാർശ DGP സർക്കാരിന് കൈമാറി. ഇപ്പോൾ യോഗേഷ് ഗുപ്ത, അദ്ദേഹം വിജിലൻസ് ഡയറക്ടറാണ്, അവധിയിൽ പോയിരിക്കുകയാണ്. അദ്ദേഹം തിരിച്ചെത്തിയ ശേഷമായിരിക്കും ഈ വിജിലൻസ് അന്വേഷണത്തിൻ്റെ നടപടികൾ ആരംഭിക്കുക. കവടിയാറിൽ കൊട്ടാര സദൃശ്യമായ ഭവനം നിർമ്മിക്കുന്നതിന് അജിത് കുമാർ നടപടികൾ തുടങ്ങിയിരുന്നു. അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിരുന്നു. ഈ സാമ്പത്തിക ഉറവിടം എവിടെ നിന്നാണ്? MR അജിത് കുമാറിന് ഇത്രയും സാമ്പത്തിക ശേഷി എവിടെ നിന്ന് ഉണ്ടായി? ഇക്കാര്യങ്ങളെല്ലാം അന്വേഷിക്കണമെന്നാണ് PV അൻവറിൻ്റെ മറ്റൊരാവശ്യം. ഈ നിലയ്ക്ക് ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും മുഖ്യമന്ത്രി ADGP ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മാറ്റിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് തയ്യാറാകുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. അതിൽ PV അൻവർ അടക്കമുള്ളവർക്കുള്ള അല്ലെങ്കിൽ അതിനുള്ള ഒരു നീരസം നമുക്ക് പല ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, P ശശിയിലേക്ക് ഒരിക്കൽ കൂടി തൻ്റെ ആരോപണത്തിൻ്റെ വിനോദ്, ഇത് MR അജിത് കുമാർ മൊഴി നൽകിയതുപോലെ വെറും ഒരു ബാഹ്യശക്തിയുടെ ഇടപെടൽ, അതല്ലെങ്കിൽ ഒരു വ്യക്തിവിരോധം, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുമോ? യാതൊരു തെളിവുമില്ലാതെ. PV അൻവർ തന്നെ പറയുന്നുണ്ട് MR അജിത് കുമാറിനെതിരെ തൻ്റെ പക്കൽ തെളിവുണ്ട്. ഈ തെളിവുകളൊക്കെ ഈ അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ തെളിവുകൾ PV അൻവർ ഈ അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു നേരത്തെ മൊഴിയെടുക്കാൻ എത്തിയപ്പോൾ. മാത്രമല്ല, ഈ MR അജിത് കുമാറിൻ്റെ ഈ മൊഴി പൂർണ്ണമായും ഈ അന്വേഷണ സംഘം വിശ്വാസത്തിലെടുക്കുന്നുമുണ്ടോ വിനോദ്? ഇതിൽ വിശദമായ ഒരു അന്വേഷണം ആവശ്യമുണ്ട്. കഴിഞ്ഞ ദിവസം മൊഴി നൽകുമ്പോൾ തന്നെ MR അജിത് കുമാർ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് ഇതുവരെ നടത്തിയ സ്വർണ്ണവേട്ടയുടെ അങ്ങനെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണമൊക്കെ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ പരിശോധിക്കണമെന്ന ആവശ്യം തന്നെയാണ് അദ്ദേഹം ഉന്നയിക്കുന്നതും. ഗുരുതരമായ ആരോപണം മന്ത്രിമാരുടെ അടക്കം ഫോൺ ചോർത്തലാണ്. പോലീസ് ഉദ്യോഗസ്ഥർ ചോർത്തി എന്ന ആരോപണമാണ് അൻവർ ഉന്നയിക്കുന്നത്. അത് സുജിത്ദാസും MR അജിത് കുമാറും ചേർന്ന് ഈ തരത്തിൽ ഫോൺ ചോർത്തി എന്ന കാര്യം. പക്ഷേ ഇതൊരു അഭ്യൂഹമാണ് എന്നാണ് സ്പീക്കർ N
ഷംസീർ തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഷംസീറിനെതിരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നാലെ അൻവർ ഇടുകയും ചെയ്തു. അതിൽ മിത്ത് അല്ല, അഭ്യൂഹമല്ല എന്ന ആദ്യ വരിയോടുകൂടി തന്നെയാണ് ആ പോസ്റ്റ് തുടങ്ങുന്നത്. അതായത് ഷംസീറിനെയും വിമർശിച്ചുകൊണ്ട് അൻവർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ പര്യാപ്തമായ തെളിവുകൾ ഇതുവരെ കൈമാറിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. ഫോൺ ചോർത്തലടക്കമുള്ള കാര്യങ്ങളിൽ തൻ്റെ കൈവശം തെളിവുകൾ ഉണ്ടെന്നാണ് അൻവർ ആവർത്തിച്ച് അവകാശപ്പെടുന്നത്. ഈ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറേണ്ടതുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം എം.ആർ. അജിത് കുമാർ ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യമേ ഇല്ല, തനിക്കെതിരെയുള്ള പ്രതികാരം അത് ഈ തരത്തിൽ പറഞ്ഞു തീർക്കുന്നു എന്ന ഒരു കാര്യമാണ് ADGP പറയുന്നത്. ഇതിലാണ് വിശദമായ അന്വേഷണം വേണ്ടത്. DGPയുടെ നേതൃത്വത്തിൽ IG ഉൾപ്പെടുന്ന സംഘം, സ്പർജൻ കുമാർ, അതോടൊപ്പം തന്നെ തൃശ്ശൂർ റേഞ്ച് DIG, SCRBയുടെ SP, ക്രൈംബ്രാഞ്ച് SP, ഇങ്ങനെ അന്വേഷണ സംഘമാണ് ഈ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. RSS നേതാക്കളുമായി ദത്താത്രേയയും അതോടൊപ്പം തന്നെ റാം മാധവുമായുള്ള കൂടിക്കാഴ്ചകൾ 10 ദിവസത്തെ ഇടവേളകളിലായിരുന്നു അജിത് കുമാറിൻ്റെ ഈ കൂടിക്കാഴ്ചകൾ. ഇത് സംബന്ധിച്ച പരാതിയും കഴിഞ്ഞ ദിവസം അൻവർ DGPക്ക് നൽകിയിരുന്നു. ഈ കാര്യവും പരിശോധിക്കും. ഇതിനുവേണ്ടി വീണ്ടും ഒരിക്കൽ കൂടി ADGPയുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെയാണ് സർക്കാരിന് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകുന്നത്. കാരണം അൻവർ നൽകിയ പരാതികൾ പരിശോധിക്കുന്നതിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് അതിൻ്റെ നടപടികൾ മുന്നോട്ട് പോകുമ്പോഴാണ് RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുടെ വിവരം പുറത്തു വരുന്നത്. അത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും സൃഷ്ടിക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. ടോം, വ്യക്തമാണ്. BV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. വിനോദ് സൂചിപ്പിച്ചതുപോലെ സർക്കാരിനെ സംബന്ധിച്ച് പ്രതിസന്ധിയിലാക്കുന്നത് ഭരണകക്ഷിയിൽ തന്നെ പെട്ട ഒരു MLA ഈ രീതിയിലൊരു പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ ഒരു പ്രധാന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ആരോപണം ഉന്നയിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയടക്കം മുന്നണിയിലും വലിയ രീതിയിൽ മുറുമുറുപ്പുണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ M.R. അജിത് കുമാറിനെ ഇനിയും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് സംരക്ഷിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം വീണ്ടും ഉയരുന്നുമുണ്ട്. കൊച്ചിയിൽ സൈബർ തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതി പിടിയിൽ. ആ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്. ഡൽഹി സ്പോട്ട് ലൈവ് തുടരുന്നു. സൈബർ തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതി പിടിയിൽ. ഡൽഹി സ്വദേശി പ്രിൻസാണ് പിടിയിലായത്. എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത 29 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കേസിലാണ് അറസ്റ്റ്. തട്ടിപ്പ് നടത്തി നേടുന്ന പണം ക്രിപ്റ്റോ കറൻസിയായി മാറ്റുന്നതാണ് പ്രിൻസിന്റെ രീതി. ഇയാളുടെ അക്കൗണ്ടിലൂടെ 4.5 കോടി രൂപയുടെ ഇടപാട് നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. എറണാകുളം സെൻട്രൽ പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നു. ഡാനി, കഴിഞ്ഞ ദിവസമാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഈ സൈബർ തട്ടിപ്പിൻ്റെ പുതിയ രീതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. ഒരു യാക്കോബായ സഭയുടെ ഒരു മെത്രാപ്പൊലീത്തയുടെ പണം വെർച്വൽ അറസ്റ്റ് എന്ന പേരിൽ CBI സംഘം എന്ന രീതിയിൽ CBI സംഘം ചമഞ്ഞ് പണം തട്ടിയെടുക്കുന്നു. പിന്നീട് സംഗീത സംവിധായകൻ ജെറി അമൽദേവിനെ സമാനമായ രീതിയിൽ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ കേസുകളൊക്കെ ആയി ഈ പിടിയിലായ ഡൽഹി സ്വദേശി പ്രിൻസിന് ബന്ധമുണ്ടോ, അതോ സംസ്ഥാനത്തെ മറ്റ് പല കേസുകളുമായിട്ടുള്ള മറ്റേതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട സംഭവത്തിലാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്? ഡാനി, ടോം, ഇതിൽ ബീഹാർ സ്വദേശിയായ പ്രിൻസ് പ്രകാശ് എന്നൊരാളാണ് പിടിയിലായിരിക്കുന്നത്. നിലവിൽ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ 29 ലക്ഷം രൂപ തട്ടിയ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. പക്ഷേ ഇയാൾക്ക് ഈ രീതിയിൽ നടത്തുന്ന കേസുകൾ, ഈ രീതിയിൽ വരുന്ന സംഭവങ്ങൾ, ഇത്തരം തട്ടിപ്പുകൾ, അത്തരം ശൃംഖലയുടെ ഒരു ഭാഗമാണ്, പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് പ്രിൻസ് പ്രകാശ് എന്നതാണ് പോലീസ് അനുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മളിപ്പോൾ ടോം പറഞ്ഞതുപോലെയുള്ള പ്രധാനപ്പെട്ട ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തട്ടിപ്പുകൾ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ഇയാളിൽ നിന്ന് ലഭിക്കുമെന്നാണ് പോലീസ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. ഇയാൾ ഒരു നടത്തിപ്പ് രീതി എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ അടുത്തിടെ വന്നിരിക്കുന്ന കൂടുതൽ തട്ടിപ്പുകൾ വെർച്വൽ വിചാരണ എന്ന പേരിലാണ് കാര്യങ്ങൾ വരുന്നത്. വെർച്വൽ അറസ്റ്റ് നടക്കുക, അതായത് ഒരാളെ വിളിച്ച് നിങ്ങൾ ഇന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളെ സംശയമുണ്ട്, നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളിപ്പോൾ ഈ വെർച്വൽ കോർട്ടിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്, നിങ്ങൾ വെർച്വൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, ഇവിടെ നിങ്ങോട്ട് നീങ്ങാൻ പാടില്ല, മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല, നിങ്ങൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ധരിപ്പിക്കുന്നു. അതിനുവേണ്ട ഡോക്യുമെൻറ്റുകൾ ഇവർ അയക്കുന്നു. ഒപ്പം തന്നെ CBI ഉദ്യോഗസ്ഥരാണെന്ന് പറയുന്നു, അവരാണ് ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ
പല രീതിയിലാണ് ആളുകളെ ഭയപ്പെടുത്തുന്നതും ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. പലരും തന്നെ വളരെ അഭ്യസ്തവിദ്യരായവർ പോലും ഈ രീതിയിൽ ഇത്തരം ചതിക്കുഴികൾ വീഴുന്നുണ്ട്, തട്ടിപ്പിന് ഇരയാകുന്നുണ്ട്, പണം നൽകുന്നുണ്ട്. അത്തരം സംഘങ്ങളുമായിട്ടാണ് ഈ പ്രിൻസ് പ്രകാശ് ചേർന്ന് പ്രവർത്തിക്കുന്നത്. ഇതിൽ ഈ തട്ടിപ്പിലൂടെ നേടിയെടുക്കുന്ന പണം, ഈ സംഘത്തിന് കൈവരുന്ന പണം ക്രിപ്റ്റോ കറൻസിയായി മാറ്റുന്ന ആ ചുമതലയാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെയും വ്യാജ CBI ഉദ്യോഗസ്ഥർ, CBIയോ മറ്റേതെങ്കിലും ഏജൻസികളുടെയോ ഭാഗമാകുന്ന ഉദ്യോഗസ്ഥർ എന്ന് ധരിപ്പിക്കുന്നവർ, അവർക്ക് ചില അക്കൗണ്ടുകൾ കൈമാറുന്നു. അത്തരം അക്കൗണ്ടുകൾ സംഘടിപ്പിച്ച് നൽകുന്നത് ഈ പ്രിൻസ് പ്രകാശ് എന്ന് പറയുന്ന ആളാണ്. ഇയാൾ വഴിയാണ് ഈ പണം ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് മുഖ്യ കണ്ണി എന്ന ഈ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ മുഖ്യ കണ്ണി എന്നതിനെ നമുക്ക് പറയാം. ഇയാൾ ഇത്തരം കാര്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ വൻതുകയാണ് കമ്മീഷൻ നൽകുന്നത്. ഒരു തട്ടിപ്പ് കേസ് അല്ലെങ്കിൽ ഒരാളുടെ ഇരയിൽ നിന്ന് വരുന്ന പണത്തിൻ്റെ ഇത്ര ശതമാനം എന്ന രീതിയിൽ ഇയാൾ കൈക്കലാക്കുന്നു. അങ്ങനെ ഇയാളുടെ പക്കലേക്ക് ഇയാളുടെ അക്കൗണ്ടിലേക്ക് വന്നു ചേർന്ന പണത്തിൻ്റെ കണക്കാണ് 4 കോടിയിലധികം രൂപ എന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളം വലിയ തട്ടിപ്പുകൾ ഇയാൾ നടത്തിയിട്ടുണ്ട്, ഇയാൾ വഴിയുള്ള സംഘങ്ങൾ നടത്തിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഉത്തരേന്ത്യക്കാരാണ് ഈ സംഘത്തിലുണ്ടായിരുന്ന എല്ലാവരും തന്നെയെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. നേരത്തെ ഇയാളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഏതാണ്ട് 14ഓളം പേരെ നേരത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത്. പല കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അറസ്റ്റായിരുന്നു നടന്നിരുന്നത്. അങ്ങനെ അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ഒരാളിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. ഇയാളാണ് ഈ സംഘങ്ങൾക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തുകൊണ്ട് ഇവരുടെ ഈ സംഘങ്ങളുടെ ഒരു മസ്തിഷ്കം എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും ക്രോഡീകരിക്കുകയും എല്ലാം തന്നെ ചെയ്തുകൊണ്ടിരുന്നത് ഈ പ്രിൻസ് പ്രകാശാണ് എന്ന വിവരം കിട്ടുന്നത്. ബീഹാർ സ്വദേശിയാണ് ഇയാൾ. പോലീസിനോട് പറഞ്ഞത് ഇയാൾ ഡോക്ടറാണെന്നാണ്. അത് എന്താണ് എന്നതിൻ്റെ വ്യക്തമല്ല. എന്തായാലും അതേക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ സംഘത്തെക്കുറിച്ച് വ്യക്തമായി വിവരങ്ങൾ ലഭിക്കുന്നതോടെ ഇവിടെ നടന്ന ഈ വെർച്വൽ വിചാരണ തട്ടിപ്പ് സംഘങ്ങളുടെ രീതി അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഓപ്പറേഷൻ നടത്തുന്നതെന്നതിനെക്കുറിച്ച് വിശദമായ വിവരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള സംഘമാണ് ഇയാളെ ഡൽഹിയിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നത്. അതിലും ഈ കേസ് സംബന്ധിച്ച വലിയ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയും. വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി കേന്ദ്രീകരിച്ച് നടത്തിയ വലിയൊരു സൈബർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് ബീഹാർ സ്വദേശി പ്രിൻസ് പ്രകാശിനെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ട ഈ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട മറ്റു പല കേസുകളുടെയും ചുരുളഴിയുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. മിഷേൽ ഷാജിയുടെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന പിതാവിൻ്റെ ആവശ്യം തള്ളി ഹൈക്കോടതി. ആ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. മിഷേൽ ഷാജിയുടെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന പിതാവിന്റെ ആവശ്യം തള്ളി ഹൈക്കോടതി. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2017 കാണാതായ മിഷേൽ ഷാജിയുടെ മൃതദേഹം അടുത്ത ദിവസം കൊച്ചി കായലിൽ കണ്ടെത്തുകയായിരുന്നു. ലോക്കൽ പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും അന്വേഷണത്തിൽ മരണം ആത്മഹത്യയെന്നാണ് കണ്ടെത്തൽ. മിഷേലിന്റെ ശരീരത്തിലെ പരിക്കുകളെക്കുറിച്ച് ശരിയായ അന്വേഷണം നടന്നില്ലെന്ന് കാട്ടിയാണ് പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചത്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആജ്ഞ, 7 വർഷം നീണ്ടൊരു പിതാവിൻ്റെ നിയമ പോരാട്ടം ഇപ്പോഴും തുടരുകയാണ്. തൻ്റെ മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷേ നേരത്തെ ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തിയിട്ടും ഇത് ആത്മഹത്യ എന്ന് തന്നെ ആണ് 2 ഏജൻസികളുടെയും അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. പിന്നീടാണ് നീതി തേടി CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മിഷേലിൻ്റെ പിതാവ് ഹൈക്കോടതിയൊക്കെ സമീപിക്കുന്നത്. ഇന്ന് ഈ കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി എന്താണ് വ്യക്തമാക്കിയത്? ഈ പോലീസ് ഇത്രയും നാളുമായിട്ട് ഹൈക്കോടതി ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാത്തതിലടക്കം വിമർശനം ഉണ്ടായിട്ടുണ്ടോ ആജ്ഞ? ഹൈക്കോടതി ടോമി കാര്യത്തിൽ എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകിയായിരുന്നു. മാത്രമല്ല മിഷേൽ ഷാജിയുടെ പിതാവ് ഷാജി വർഗീസ് നൽകിയ അതായത് CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന പോലീസും അതുപോലെ തന്നെ ലോക്കൽ പോലീസും സംസ്ഥാന പോലീസും ക്രൈംബ്രാഞ്ചും ഈ കേസ് അന്വേഷിച്ചപ്പോഴൊക്കെയും അത് 2 തവണയും ആത്മഹത്യയാണ് എന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് ഒരു നിഗമനത്തിൽ എത്താനുള്ള സാഹചര്യം നിലവിലില്ല എന്നൊരു നിരീക്ഷണം കൂടി ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് നൽകണമെന്ന് ക്രൈംബ്രാഞ്ചിനോട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്.
ഇത് 2017 മാർച്ച് 5-നാണ് മിഷേൽ ഷാജിയെ കാണാതാകുന്നതും അടുത്ത ദിവസം തന്നെയാണ് തൊട്ടടുത്ത ദിവസം തന്നെയാണ് കൊച്ചിക്കായലിൽ മൃതദേഹം പൊങ്ങുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. കൊച്ചിയിലെ കൊച്ചിയിൽ മിഷേൽ ഷാജി അപ്പോൾ സി എക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, CA വിദ്യാർത്ഥിനിയായിരുന്നു. മാത്രമല്ല കാണാതായ ദിവസം വൈകുന്നേരം മിഷേൽ കലൂർ പള്ളിയിലെത്തിയ ദൃശ്യങ്ങൾ CCTV ദൃശ്യങ്ങൾ കിട്ടിയിരുന്നു. പക്ഷേ ഇത് FIR-ൽ രേഖപ്പെടുത്തിയ സമയത്ത് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയ സമയവും CCTV-യിൽ കണ്ട സമയവും തമ്മിൽ വൈരുദ്ധ്യതയുണ്ട് എന്ന് പിതാവ് ആരോപിച്ചിരുന്നു. അത് അദ്ദേഹം മാത്രമല്ല മിഷേൽ ഷാജിയുടെ മൃതദേഹത്തിൽ കണ്ടെത്തിയ പരുക്കുകൾ ഏത് തരത്തിലുണ്ടായതാണ്. മിഷേലിന്റെ പിതാവ് ഷാജി സ്പോട്ട് ലൈവിൽ തത്സമയം ചേരുന്നുണ്ട്. ശ്രീ ഷാജി, താങ്കൾ ഒരു 7 വർഷത്തിലധികമായി 7-8 വർഷത്തോളമായി മകളുടെ മരണത്തിന് നീതി തേടിയുള്ള നിയമ പോരാട്ടത്തിലാണ്. ഇതുവരെയും നേരത്തെ പോലീസ് ഈ കേസ് അന്വേഷിച്ചു, ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നു, ആത്മഹത്യ എന്ന കണ്ടെത്തലാണ്. എന്നാൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം താങ്കൾ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരുന്നല്ലോ. ആ ആവശ്യം കോടതി തള്ളിയിരിക്കുകയാണ്, ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി തുടർ നീക്കം എന്തായിരിക്കും? അല്ല, ഇത് ഹൈക്കോടതി CBI അന്വേഷണം അങ്ങനെ തള്ളി എന്നുള്ള ഒരു ഓർഡർ അല്ല. ശരിക്കും ഇത് പോലീസിന്റെ അനാസ്ഥകൾ വളരെയധികം ഉണ്ടായിട്ടുണ്ട് ഈ അന്വേഷണത്തിൽ എന്നാണ് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടത്. അപ്പൊ ആ അന്വേഷണങ്ങള് കൃത്യമായിട്ട് നടത്താത്തത്, ഈ മോളുടെ കയ്യിലെ പാടുകൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് പറഞ്ഞിരിക്കുന്ന വയറ്റിലുള്ള ഭക്ഷണ സാധനങ്ങൾ, ഈ സാധനങ്ങൾ എവിടെ നിന്ന് കഴിച്ചെന്നോ എവിടെ നിന്ന് ആണ് എന്നുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ഓരോ റൂട്ടിലും ഈ കുട്ടി മറ്റേ 1-ാം പാലത്തിൽ നിന്നാണോ 2-ാം പാലത്തിൽ നിന്നോ ആണോ എന്ന് പോലും സ്ഥിരീകരിക്കുന്ന ഒരു അന്വേഷണം ഇതിനകത്ത് നടന്നിട്ടില്ല. ആ പാലത്തിൽ നിന്ന് 1-ാം പാലത്തിൽ നിന്നോ 2-ാം പാലത്തിൽ നിന്നോ ആണെങ്കിൽ തന്നെ ആ പാലത്തിന് താഴെയുള്ള വെള്ളത്തിന്റെ രാസപരിശോധന നടത്തിയിട്ടില്ല. ഇതെല്ലാം കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പൊ ഇത് കൃത്യമായ ഒരു അന്വേഷണം നേരെ ചൊവ്വെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഇതിന് കൃത്യമായ ഒരു അന്വേഷണം നടത്തി ആ അന്വേഷണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ സമർപ്പിക്കാനാണ് ഇപ്പൊ ഓർഡർ ഇട്ടേക്കുന്നത്. അപ്പൊ ആ അന്വേഷണത്തിന് ശേഷം ആണ് ഒരു വേറൊരു ഏജൻസിയിലേക്ക് പോകണോ വേണ്ടയോ എന്ന് തീരുമാനം ശരിക്കും എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് കൃത്യതയോടുകൂടി നടത്താൻ ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യത്തിനും പോലീസിന്റെ ഭാഗത്ത് ഇതുവരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നടന്നിട്ടില്ല. അത് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് കോടതി ഇപ്പോ പറഞ്ഞേക്കണ വിധിനായിട്ട് പറഞ്ഞേക്കണം. ഞാൻ വായിച്ചപ്പോ എനിക്ക് അതാണ് ശരിക്കും മനസ്സിലാകുന്നത്. അതായത് അങ്ങനെയെങ്കിൽ ഇത് എന്ന് ഈ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഈ ക്രൈംബ്രാഞ്ചിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്? കോടതി 60 ദിവസത്തിന് മുമ്പ് ഒരു സീനിയർ ഓഫീസറും കൂടി അന്വേഷിച്ചിട്ട് സീനിയർ ഓഫീസറെ ഓരോ കാര്യങ്ങളും അന്വേഷിച്ച് അത് അറിയിക്കുകയും സീനിയർ ഓഫീസർ അത് കൃത്യതയോടുകൂടിയാണ് ഇത് നടക്കുന്നത് എന്ന് കൃത്യമായ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കോടതിയിൽ സമർപ്പിക്കാവുള്ളൂ എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പൊ കൊടുത്തേക്കുന്നത്. അപ്പോ ഇതിന് ഇനി ഒരു അന്വേഷണം നടക്കണം. ഇതിന്റെ ഓരോ ഭാഗങ്ങളും നിങ്ങൾ നേരത്തെ മിഷേലിന്റെ കുടുംബം നേരത്തെ ഈ അന്വേഷണ സംഘങ്ങൾക്ക് ചില തെളിവുകൾ കൈമാറിയിരുന്നു, ചില സംശയങ്ങൾ നിങ്ങൾ ഉന്നയിച്ചിരുന്നു, ഈ നിങ്ങൾ സംശയിക്കുന്ന ആളുകളുടെ പേരുകൾ പറഞ്ഞിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ ഈ അന്വേഷണ സംഘം മുഖവിലേക്ക് എടുത്തിരുന്നു? അവരുടെ ഈ നിങ്ങൾ ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ സംശയം ഉന്നയിച്ച ആളുകളെയൊക്കെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ മൊഴി എടുക്കാനെങ്കിലും തയ്യാറായിരുന്നോ? ഇല്ല, അതാണ് ഏറ്റവും ആദ്യം ഒരു കാര്യവും പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് പോയിട്ടില്ല. അത് പോലീസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാവരും ഞങ്ങളോട് നല്ലപോലെ പെരുമാറുന്നുണ്ട്. പക്ഷെ അവരുടെ മുകളിൽ എവിടുന്നോ ഒരു സമ്മർദ്ദം അവർക്ക് മേൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് അവർ പറയുന്നത്. ഈ അന്വേഷണത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാണ്ട് അവരുടെ മുകളിൽ ഒരു സമ്മർദ്ദമുണ്ട് എന്നുള്ള രീതിയിൽ ഉള്ള ഒരു കാര്യങ്ങളാണ് അവർ ഞങ്ങളുമായിട്ട് പങ്കുവെച്ചത്. അതുകൊണ്ട് അവർക്ക് ഇത് കൃത്യതയോടുകൂടി അന്വേഷിക്കാൻ പറ്റുന്നില്ല ഷാജി ചേട്ടാ എന്നാണ് ഈ അന്വേഷണ സംഘത്തിലെ ഓരോ ഉദ്യോഗസ്ഥരും നമ്മളോട് പറയുന്നത്. അപ്പൊ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് കൃത്യമായിട്ട് അന്വേഷിക്കണമെന്നുണ്ട്. പക്ഷെ ഈ അന്വേഷണത്തെ തടയുന്ന രീതിയിലുള്ള ഒരു സമീപനം ഇവർക്ക് കിട്ടുന്നുണ്ട്. അത് എവിടെ നിന്നാണ് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്.
അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഓരോ ഉദ്യോഗസ്ഥരും അന്വേഷിച്ച വളരെയധികം നന്ദി. ക്രൈംബ്രാഞ്ച് ഒരു ഷാജി മിഷേൽ ഷാജിയുടെ പിതാവാണ് പ്രതികരിച്ചത്. അവർ ഇപ്പോഴും മകളുടെ മരണത്തിൽ നീതി തേടിയുള്ള പോരാട്ടത്തിലാണ്. ഹൈക്കോടതി ഇന്ന് ഈ വിഷയത്തിൽ പോലീസിന് നേരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. ഇത്രയും നാളുമായി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഹൈക്കോടതി ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മറ്റു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. അട്ടപ്പാടിയിൽ വീണ്ടും നവജാത ശിശുവിൻ്റെ മരണം. മേലേമുള്ളി ഊരിൽ ശാന്തി മരുതൻ ദമ്പതികളുടെ ഒരു ദിവസം പ്രായമായ പെൺകുഞ്ഞാണ് മരിച്ചത്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ കോട്ടത്തറ ട്രൈബൽ താലൂക്ക് ആശുപത്രിയിൽ കുഞ്ഞിനെ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കുകയായിരുന്നു. കോട്ടത്തറ ട്രൈബൽ താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ ബന്ധുക്കൾ പ്രതിഷേധിക്കുകയാണ്. എസ് വിനേഷ് കുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിനേഷ്, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ഒരു ഉത്തരം അട്ടപ്പാടിയിൽ നവജാത ശിശുവിൻ്റെ മരണം സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഏതെങ്കിലും രീതിയിലുള്ള ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ മറ്റോ എന്തെങ്കിലും രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ വിനേഷ്? മേലേമുള്ളിയൂരിലുള്ള ശാന്തി മരുതൻ ദമ്പതികളുടെ ഒരു ദിവസം പ്രായമായ കുഞ്ഞാണ് മരിച്ചത്. ഇത് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ കോട്ടത്തറ ട്രൈബൽ ആശുപത്രി, അതായത് അട്ടപ്പാടിയുള്ള കോട്ടത്തറ ട്രൈബൽ ആശുപത്രി താലൂക്ക് ആശുപത്രിയിൽ കുഞ്ഞിനെ ശസ്ത്രക്രിയയിലൂടെയാണ് പുറത്തെടുത്തത്. ാണ് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയത്. ഇവിടെ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് അട്ടപ്പാടിയിൽ നവജാത ശിശുവിന്റെ മൃതദേഹവുമായി ആദിവാസികൾ അല്പസമയം മുമ്പ് പ്രതിഷേധിച്ചത്. തുടർന്ന് താലൂക്ക് ആശുപത്രിയിൽ മതിയായ സൗകര്യമില്ല എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം. തുടർന്ന് അഗളി SIയുടെ നേതൃത്വത്തിൽ ഗൈനക്കോളജിസ്റ്റുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഇപ്പോൾ സമരം ആദിവാസികൾ അവസാനിപ്പിച്ചത്. അപ്പോൾ പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ടോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കുടുംബത്തിന് ഏതെങ്കിലും ഇതിലുള്ള ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ? ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാനോ മറ്റോ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകുമോ വിനേഷ്? ടോം, നമുക്കറിയാം, പൊതുവെ ഈ അട്ടപ്പാടിയിൽ നവജാത ശിശുക്കളുടെ മരണം ഒരു പുതിയ സംഭവമല്ല. അത് എത്രയോ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഇത് കാരണം ഒന്ന്, മതിയായ ചികിത്സാ സംവിധാനമില്ല. ഇപ്പൊ കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിലാണെങ്കിൽ പോലും ഒരു വിദഗ്ധ ചികിത്സ കിട്ടണമെങ്കിൽ ഒന്നും കോയമ്പത്തൂരിലേക്ക് തന്നെ പോകേണ്ട അവസ്ഥയാണ്. പാലക്കാട് എത്തിയിട്ടും കാര്യമില്ല. പാലക്കാടും അത്രത്തോളം വിദഗ്ധമായ ചികിത്സ ലഭ്യമാകാനുള്ള സൗകര്യം പാലക്കാടും ഇല്ല. അപ്പൊ പ്രധാനമായും തമിഴ്നാടിനെയാണ് ഇവിടെയുള്ള ആളുകൾ ആശ്രയിക്കുന്നത്. അവിടെ കുട്ടികൾ ഒന്ന് ഈ പോഷകാഹാരക്കുറവ് വലിയ തോതിൽ തന്നെ അവിടുത്തെ സ്ത്രീകളിൽ വിളർച്ചയും അതുപോലെ തന്നെ മറ്റുള്ള അസുഖങ്ങളും ഉണ്ടാക്കുന്നു. ഗർഭകാലത്ത് മതിയായ പരിചരണം ലഭിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ അവിടെ ധാരാളമുണ്ട്. നമ്മുടെ സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെ അട്ടപ്പാടിയിലെ വിഷയങ്ങളിൽ ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ആദിവാസികൾക്ക് ഇപ്പോഴും ഈ പോഷകാഹാരക്കുറവും അതുപോലെ തന്നെ മറ്റുള്ള അസുഖങ്ങൾ, ഈ സിക്കിൾ സെൽ അനീമിയ പോലുള്ള അസുഖങ്ങൾ അവർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് പ്രധാനമായും ഈ കുഞ്ഞുങ്ങൾ മരിക്കുന്നത്. പക്ഷേ ഈ സംഭവം, അതായത് ഇന്നലെ നടന്ന സംഭവം, ഇന്നുണ്ടായ സംഭവത്തിന്റെ കാരണം അതല്ല. ഈ കുട്ടിയെ താലൂക്ക് ഈ കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിൽ നിന്ന് ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തെങ്കിലും അത് ശരിയല്ല, അത് ശരിയായില്ല, അത് ശാസ്ത്രീയമായ രീതിയിൽ അല്ലെങ്കിൽ ആശുപത്രിക്കെതിരെയുള്ള ആരോപണവുമായാണ് ആദിവാസികൾ വന്നത്. കുട്ടി മരിക്കാനുണ്ടായ കാരണം ആശുപത്രി അധികൃതരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആശുപത്രിക്ക് മുമ്പിൽ ആദിവാസികൾ സമരം സംഘടിപ്പിച്ചത്. എന്തായാലും അഗളി SI ആണ് വിഷയം പരിഹരിക്കാൻ നടപടി എടുക്കാമെന്നുള്ള ഉറപ്പിന്മേലാണ് സമരം അവസാനം. വ്യക്തമാണ്. എസ് വിനേഷ് കുമാറാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. അട്ടപ്പാടിയിലാണ് വീണ്ടും നവജാത ശിശു മരണം ഉണ്ടായിരിക്കുന്നത്. മേലേമുള്ളി ഊരിൽ ശാന്തി മരുതൻ ദമ്പതികളുടെ ഒരു ദിവസം പ്രായമായ പെൺകുഞ്ഞാണ് മരിച്ചത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.